ഗൈസ്, നമ്മളിതാ വളം കൂർക്ക നടാൻ പോക്കാണ്. അതിന് വേണ്ടിയിട്ട് അച്ഛൻ നിലം ഒരുക്കുന്നുണ്ട്. പിന്നെ വളം ഇട്ടെന്ന് തോന്നുന്നു. അച്ഛൻ വളം ഇട്ടാ? ഈ വളം എന്താണ് നമ്മളിട്ടേ? കോഴിവളാട്ട നമ്മളിട്ട. ഇതേപോലെ ചാല് വെച്ചിട്ട് അതിൻ്റെ അകത്ത കോഴിവളം ഇട്ടത്. നമ്മളെ വീട്ടിലെ പൂച്ചയാട്ടം എവിടെ വന്ന് കിടന്നിറങ്ങുന്നത് നമ്മുടെ കോഴിക്കൂടാണ്. നമ്മുടെ വീടാണിത്. നമ്മുടെ വീട്ടിലെ പൂച്ചയാണ് ഇവിടെ കിടന്നിറങ്ങുന്നത് കേട്ടോ. അവിടെ ഒരാൾ കുരുത്തക്കേടിലാണ്. ബ്രൂണോ ബ്രൂണോ, ഇതാട്ടോ എൻ്റെ നായ്ക്കുട്ടി. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് നട്ട വിയറ്റ്നാം മുരളി പ്ലാവാട്ടോ ഇത്. ഇതിന് വേനൽക്കാലത്ത് വളം കൊടുത്തു. ഇനിയിപ്പോൾ മഴക്കാലത്ത് വളം കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനത് തുറന്ന് വെച്ചിട്ടുള്ളത്. അച്ഛനിതാ ഇത് മുഴുവൻ മൂടിക്കഴിയാനായി. അതെ, ഇതാ നമുക്ക് തലപ്പ് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. ഇതാ ഞാൻ താഴത്തുനിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നെയാണ്. അതുകൊണ്ട് ലേശം ലേറ്റായി പോയതാ. ഇതാണ് കൂർക്കയുടെ തലപ്പ്. ഇത് പൊട്ടിച്ചിട്ടിതാ ഞാൻ കത്രിക ഉപയോഗിച്ച് പൊട്ടിച്ചതാണ്. കൈ കൊണ്ടും പൊട്ടിക്കാം. ഇതാണ് ഇനി ഇവിടെ നടാൻ പോകുന്നത് കേട്ടോ. നമ്മളൊന്നിച്ചിതാ ശിവന്യുണ്ട് ഇന്ന് എന്താണ് കൂർക്ക നടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശിവന്യനും കൂട്ടാം. നമ്മൾ ഒരുപാട് ഷോർട്സ് വീഡിയോയിലൊക്കെ ഇവിടെ ഉണ്ട്. മഴ വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ കിഴങ്ങ് നട്ട് അതിനെ പരിപാലിച്ച് അതിൽ നിന്ന് വന്ന തലപ്പുകളായത് അത് പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ നടുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പനിക്കൂർക്കയോ ചുമക്കൂർക്കയോ അല്ല. ഇത് കൂർക്കക്കിഴങ്ങിൻ്റെ സാധനമാണ്. അറിയാത്തവരുണ്ട്. പനിക്കൂർക്കയ്ക്കും ചുമക്കൂർക്കയ്ക്കും ഇതിനും ഏകദേശം ഒരുപോലത്തെ ചപ്പാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ തണ്ട് പൊട്ടിച്ച് നടരുത്. ഇത് മാറ്റാണ്. നമുക്കിത് നടാട്ടോ. ഇങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ടാണ് നമ്മൾ നടുന്നത്. എത്രയെങ്കിലും വേണം? നീളാണ് പൊട്ടിച്ചത്. ഞാൻ വിചാരിച്ച നീളം കുറവാണ്. ഏകദേശം എത്ര ദൂരം വേണം? കാണുന്ന ഈ ദൂരത്തെ തന്നെ ഇത്രയും ദൂരങ്ങളിൽ അങ്ങനെ അങ്ങ് നട്ടു പോവുക. നമുക്കിത് മൊത്തം നടാട്ട. എന്നിട്ടാകുമ്പം അടുത്ത ജോലിയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ആഗ്രഹിയും അവളെ അച്ഛനും കൂടി നടലാണ്. നമ്മളെ മണ്ണിൽ കർഷകനെ സഹായിക്കുന്ന സാധനമുണ്ട്. നമ്മളെ നിലത്തര് രാസവളപ്രയോഗത്തിൽ ഇതെല്ലാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ രാസവളം ഇടാത്ത നമ്മളെ മണ്ണായത്. ഈ മണ്ണിൽ ഇതുണ്ട്. ഇതുണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. രാത്രി പന്നി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നിങ്ങളാരും കുറ്റം പറയാ. ശിവന്യനെ നടാൻ കൂട്ടിയിട്ടാ. ശിവന്യനെ നടാൻ കൂട്ടുന്നുണ്ട്. ശിവന്യ ഒരു ഹായ് കാണിക്കപ്പാ. അങ്ങനെ നമ്മളിതാ നമ്മളെ കൂർക്ക എല്ലാ വരിയിലും നട്ട് കഴിഞ്ഞു കേട്ടോ. ഏകദേശം എല്ലാ വരിയിലും നട്ടു. ഇനി നമുക്ക് ഇതിന് വിയറ്റ്നാം മുരളിക്ക് വളം കൊടുക്കാം കേട്ടോ. ഇതിവിടെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലുപൊടിയാണ് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത്. വർഷത്തിൽ 2 തവണയായിട്ട് നമ്മൾ വളമിടലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയേ കിട്ടും. കോഴിവളം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കോഴിവളാണ്.
അടുത്ത പ്രാവശ്യം എനിക്ക് നല്ല ചക്ക വന്നോളൂ കേട്ടാ. ചക്കരയല്ലേ. ഇനിയാണ് വേപ്പും പുണ്ണാക്ക്. അടുത്ത വേപ്പും പുണ്ണാക്കട്ടാ. നമുക്ക് ഇതിനകത്ത് തോലിടാട്ടോ. തോല് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കത്തി എടുക്കാൻ പോയിട്ടുണ്ട്. തോല് അരിഞ്ഞിടാൻ കേട്ടാ. അച്ഛൻ നമ്മൾ പുല്ല് അരിഞ്ഞിടുന്ന പുല്ല് മറ്റേ എന്തിൻ്റെ എല്ലാം കൊള്ളിലുണ്ട്. നമ്മളെ ഇവിടുത്തെ മരമൊക്കെ മുറിച്ചതാട്ടാ. എന്തൊക്കെയോ കാട്ടുമരങ്ങളായതുകൊണ്ടാണ് മുറിച്ചു കഴിഞ്ഞത്. പിന്നെ നോക്കുമ്പോ കാടായിപ്പോയി മൊത്തം. നമ്മളിത് മൂടാട്ടോ ചെയ്യാ. ഇപ്പം ഏകദേശം മൊത്തം നിറയാൻ വേണ്ടിയിട്ട് നല്ലോണം തോലിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ണിട്ട് മൂടും. ഇതുപോലെ നമ്മുടെ വീട്ടിന്റെ മോൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നല്ല രസാട്ടാ. താഴോട്ടേക്ക് നല്ലൊരു മല പോലെയാ. കുറച്ചും കൂടി മുകളിലോട്ടേക്ക് നല്ല രസാട്ടാ കാണാൻ. നമ്മളെ വീടും നമ്മളിപ്പം നിൽക്കുന്ന ഈ പരിസരം മൊത്തം നിൽക്കുന്നത് കുറ്റ്യാട്ടൂർ എന്ന വില്ലേജിലെ ഗ്രാമപഞ്ചായത്ത് കൂടിയാട്ടാ. കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ ഉളുമ്പക്കുന്ന് എന്ന് പറയുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സാഹസിക അക്കാദമി കേന്ദ്രത്തിന്റെ താഴെയാട്ടാ. ഏകദേശം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൻ്റെ മനോഹാരിത കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടൊക്കെയാണ്. എന്ന് വെച്ചാൽ ശിവഞ്ഞുണ്ട് കേട്ടോ. ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് വിടില്ല. ശിവഞ്ഞുണ്ട് നമ്മളൊന്നിച്ച്. നമുക്ക് ഇതാണ് ഏറ്റവും മുകളിൽ. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രസാട്ടതാ. നല്ല വശം നമ്മുടെ ബാക്കിൽ മൊത്തം തെങ്ങിൻതോപ്പാണ്. ഇവിടെ ഒരു അടിയുണ്ട്. ഇതിനപ്പുറത്ത് വേറെ ആളെ പറമ്പാട്ടാ. നമ്മളിവിടെ കിളച്ചോണ്ടിരിക്കുമ്പോ കിട്ടിയൊരു 3 മുട്ടയാട്ടാ. ഇതെന്തിന്റെ മുട്ടയാന്നൊന്നും അറിയത്തില്ല. മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുട്ടയാണിത്. എന്തായാലും ഇതിവിടെ തന്നെ ഇരിക്കും. ചിലപ്പോൾ അച്ഛൻ പൊട്ടിച്ചളയും, ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. പാമ്പായിരിക്കില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. നമ്മളിത് വിയറ്റ്നാം മുരളിലേക്ക് ഏകദേശം മൊത്തം മണ്ണ് കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അച്ഛൻ്റെ ലേശം ഭാഗം കൂടി പൂർത്തീകരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.